ഓണസദ്യാ വിഭവങ്ങളിൽ 101 കറികൾക്ക് സമമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കറിയുണ്ട്. അതാണ് കേട്ടോ ഇഞ്ചിത്തൈര്. ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. സദ്യക്ക് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വിവിധ തരം ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴുള്ള നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥത കുറയ്ക്കാനും അതുപോലെ തന്നെ ദഹനം വേഗത്തിനാക്കാനും ഇഞ്ചിത്തൈര് സഹായിക്കും. ഇത് തയ്യാറാക്കി എടുക്കാനും ഒരു 10 മിനിറ്റ് മതി. ഇഞ്ചി ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. 3 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പില, ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കീറിയിട്ടതും, 1/2 സ്പൂണിനടുത്ത് ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരുവേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തൈര് ചേർക്കാം. 1 കപ്പാണ് ഞാൻ തൈര് എടുത്തിരിക്കുന്നത്. നല്ല കട്ടത്തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടത്തൈരൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. തൈര് എടുക്കുമ്പോൾ ഒത്തിരി പുളിച്ചു പോയ തൈരും അതുപോലെ തന്നെ തീരെ പുളിയില്ലാത്ത തൈരും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മീഡിയം പുളിയുള്ള ഒരു തൈര് വേണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കാൻ. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും ഇഞ്ചിത്തൈര് സദ്യയുടെ ഭാഗമാക്കുക. സിമ്പിളല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.